നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഫ്രഞ്ച് വമ്പന്മാരായ PSG സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ലീഗ് 1-ൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് PSG ആണ്. മാത്രമല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ അവർ പ്രവേശിച്ചിട്ടുമുണ്ട്. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണക്കെതിരെയാണ് ഇനി ആ ഒരു UCL മത്സരം PSG കളിക്കുക. PSG-യുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസ് പോർച്ചുഗീസുകാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പോർച്ചുഗൽ താരങ്ങളെ PSG-യിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഗോൺസാലോ റാമോസ്, വിറ്റീഞ്ഞ, ഡാനിലോ പെരേര, നുനോ മെൻഡസ് എന്നിവരൊക്കെ PSG-ക്ക് വേണ്ടി കളിക്കുന്ന പോർച്ചുഗീസ് താരങ്ങളാണ്. ഇങ്ങനെ പോർച്ചുഗീസ് താരങ്ങളാൽ PSG നിറയുകയാണ്. ഇക്കാര്യത്തിൽ തന്റെ പ്രതികരണം ഇപ്പോൾ PSG-യുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത്, ഈ താരങ്ങളുടെ കാര്യത്തിൽ താൻ വളരെയധികം ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗോൺസാലോ റാമോസ്, വിറ്റീഞ്ഞ, ഡാനിലോ, നുനോ മെൻഡസ് എന്നിവരുടെ കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പോർച്ചുഗീസ് സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസിന്റെ കാര്യത്തിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അവരുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ഫുട്ബോളിന്റെ കാര്യത്തിൽ പോർച്ചുഗൽ എന്നുള്ളത് ഒരു വലിയ രാജ്യം തന്നെയാണ്. എപ്പോഴും ഒരുപാട് പ്രതിഭകളെ അവർ സംഭാവന ചെയ്യുന്നു. ഇതാണ് PSG പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, PSG ഇപ്പോൾ നിലവിൽ പ്രധാനപ്പെട്ട ഒരു റീബിൽഡിംഗ് പ്രക്രിയയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലയണൽ മെസ്സി, നെയ്മർ ജൂനിയർ, സെർജിയോ റാമോസ്, മാർക്കോ വെറാറ്റി തുടങ്ങിയ പല സുപ്രധാന താരങ്ങളും ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. മാത്രമല്ല, കിലിയൻ എംബപ്പെ കൂടി ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ്. പകരമായി കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് PSG-യുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.